രാവിലെ തന്നെ കൊട്ടാരത്തിലെ ജോലിക്കാരൻ യോങ്ങിന്റെ ഡെഡ് ബോഡി കാണുന്നു. കൊട്ടാരത്തിനകത്തേക്ക് ആരും തന്നെ അതിക്രമിച്ച് കയറിയതായിട്ട് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ യോങ്ങിൻ എങ്ങനെയാണ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നതെന്നൊക്കെ രാജാവും ചോദിക്കുന്നു. യോങ്ങിന്റെ അടുത്തേക്ക് നടക്കുവാനായിട്ട് രാജാവ് തുടങ്ങുമ്പോഴത്തേക്കും ഒരു മണമൊക്കെ വരുന്നത് ശ്രദ്ധിക്കുന്ന രാജാവിന്റെ അടുത്തും, നേരത്തെ രാജകുമാരന് അസുഖം വന്ന സമയത്ത് രാജകുമാരന്റെ അടുത്തു നിന്നും വന്ന മണം പോലെയാണ് ഈ ഒരു മണം തനിക്ക് തോന്നുന്നതെന്ന് പടയാളി പോലും പറയുകയാണ്. രാജ്ഞിക്കും തന്റെ മകനെ നഷ്ടപ്പെട്ട വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രാജ്ഞി കരയുന്ന നേരത്താണ് എട്ട് കാലുള്ള പ്രേതം ഉറപ്പായിട്ടും തിരിച്ചു വരുന്നതായിരിക്കുമെന്ന് യൂറി പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് രാജാവും ഓർക്കുന്നത്. എട്ട് കാലുള്ള പ്രേതം യൂറിനെ ആക്രമിക്കുവാനായിട്ട് എത്തിയാലോ എന്ന പേടി കാരണം ഗംഗോരിയും രാത്രി മുഴുവൻ യൂറിക്ക് കാവലിരിക്കുകയായിരുന്നു. രാവിലെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്ന ഗാസോപ്പും അതെല്ലാം തന്നെ കാണുന്നു. ഗംഗോരിയുടെ പവേഴ്സ് ഇപ്പോൾ കുറവായതുകൊണ്ട് തന്നെ എട്ട് കാലുള്ള പ്രേതത്തെ തനിക്ക് പരലോകത്തേക്ക് അയക്കേണ്ടതായിട്ടുണ്ട് എന്ന രീതിക്ക് ഗംഗോരി പറയുമ്പോഴത്തേക്കുമാണ് ഗംഗോരിയുടെ ഉള്ളിൽ ഒരു പേൾ ഉണ്ട്. ആ ഒരു പേളിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ എട്ട് കാലുള്ള പ്രേതത്തെ പരലോകത്തേക്ക് അയക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേസമയം ഇപ്പോൾ ഗംഗോരി ഒരു ഇമോഗിയായി മാറിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഗംഗോരി മൊത്തത്തിൽ ഇല്ലാതാവുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു പേളിന്റെ പവർ വെച്ചിട്ട് ആ ഒരു എട്ടുകാലുള്ള പ്രേതത്തെ പരലോകത്തേക്ക് അയക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന സത്യം ഗാസോപ്പും അവന്റെ അടുത്ത് പറയുന്നത്. മുത്തശ്ശി മന്ത്രവാദമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ കുഴിച്ചിട്ട സ്ഥലത്തൊന്നും ഇപ്പോൾ യൂറിയും കണ്ടെത്തുകയാണ്. ഗംഗോരിയും താൻ സ്വയം ഇല്ലാതാവുകയാണെങ്കിൽ മാത്രമേ തന്റെ പേളിന്റെ പവേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എട്ടുകാലുള്ള പ്രേതത്തെ പരലോകത്തേക്ക് അയക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന സത്യമൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. യൂറിയും മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വയ്ക്കുകയില്ല എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് എങ്ങനെയും എട്ടുകാലുള്ള പ്രേതത്തെ പിടിച്ചു കെട്ടുവാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഗംഗോരി ഇപ്പോൾ അവളുടെ ദൈവമായി മാറാമെന്നൊക്കെ സമ്മതിക്കുന്നു. ഈ ഒരു സമയത്ത് അവൻ പറഞ്ഞത് പ്രകാരം അവളും ചരടൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചരട് അവനെ ഏൽപ്പിക്കുകയാണ്. ഇതിലെ ഓരോ ചരടിലും നിനക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ അർപ്പിച്ചിട്ടായിരുന്നു ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ ദൈവമായിട്ട് സ്വീകരിക്കുന്ന രീതിക്കുള്ള ഒരു ചടങ്ങൊക്കെ നടത്തണമെന്ന് അവനും ആവശ്യപ്പെടുന്നു. കണ്ണു കാണാത്ത മന്ത്രവാദിയെ ഇപ്പോൾ പിടിച്ചു കെട്ടി രാജ്ഞിയുടെ മുമ്പിലൊക്കെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. എന്റെ മകനെ രക്ഷിക്കുവാനായിട്ടല്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്തിനാണ് എന്റെ മകനെ കൊലയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാജ്ഞി വളരെയധികം ദേഷ്യപ്പെടുന്നു. രാജ്ഞിയും മന്ത്രവാദിയെ കൊല്ലുവാനായിട്ട് പോലും തയ്യാറെടുത്ത് നിൽക്കുന്ന സമയത്ത് മന്ത്രവാദിയും മറ്റൊരു കാര്യം രക്ഷപ്പെടുവാനായിട്ട് പറയുകയാണ്. അതായത് ഈ കൊട്ടാരത്തിൽ രാജാവിന്റെ കൂടെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രവാദിയുണ്ട്. ആ ഒരു മന്ത്രവാദിയാണ് യഥാർത്ഥത്തിൽ യോങ്ങിനെ കൊലയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനും യോങ്ങിനെ രക്ഷിക്കാനായിട്ടെന്നുള്ള രീതിക്കായിരുന്നു മന്ത്രമൊക്കെ ചൊല്ലിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും യോങ്ങിനെ കൊല്ലുവാനായിട്ടെന്നുള്ള രീതിക്ക് മറ്റൊരു മന്ത്രവാദി മന്ത്രങ്ങളൊക്കെ ചൊല്ലിയത് കൊണ്ടാണ് ഇപ്പോൾ അവൻ മരണപ്പെട്ടു പോയതെന്നും, അതുകൊണ്ട് തന്നെ ആ ഒരു മരണത്തിന് പ്രതികാരം തീർക്കുവാനായിട്ട് നമ്മളും ആ മന്ത്രവാദിനെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് എന്നും, അതേസമയം നമ്മൾ അങ്ങനെ ആ മന്ത്രവാദിയെ കണ്ടുപിടിക്കാതിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ രാജ്ഞിനെ പോലും ആ മന്ത്രവാദി കൊല്ലുവാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നും പറഞ്ഞ് രാജ്ഞിനെ കൂടി അയാളും പേടിപ്പിക്കുന്നു. യൂറിയും ഗംഗോരിയും കൂടി ചേർന്നിട്ട് ചടങ്ങുകളൊക്കെ നടത്തുകയാണ്. ഗംഗോരിനെ തന്റെ ദൈവമായി കാണുവാനായിട്ട് യൂറി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ യൂറിനെ തന്റെ ശിഷ്യയായി കണ്ടോളാമെന്ന രീതിക്കാണ് ഗംഗോരിയും പറയുന്നത്. ഇപ്പോൾ യൂറിയും അവന്റെ കയ്യിൽ ചരട് കെട്ടിയും കൊടുക്കുന്നു. അവനും മാർക്കറ്റിൽ പോയി അവൾക്ക് വേണ്ടിയിട്ട് ഒരു മോതിരമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അവളുടെ കയ്യിലായിട്ട് അവൻ ഇട്ടും കൊടുക്കുന്നു. എട്ട് കാലുള്ള പ്രേതത്തിന്റെ അടുത്ത് നിന്ന് യോൺകാപ്പിന്റെ ആത്മാവിനെ രക്ഷിച്ച് യോൺകാപ്പിനെ തിരിച്ച് പരലോകത്തിലേക്ക് അയക്കണമെന്ന രീതിക്കായിരുന്നു യൂറി ഡിമാൻഡ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം യൂൺകാപ്പിന്റെ ആത്മാവിനെ രക്ഷിച്ച് തിരിച്ച് ഈ ബോഡിയിലേക്ക് തന്നെ കയറ്റുവാനായിട്ടാണ് നീ ശ്രമിക്കുന്നതെങ്കിലും, അതല്ല മറ്റെന്ത് കാര്യമാണ് നീ ചെയ്യുവാനായിട്ട് നോക്കുന്നതെങ്കിലും അതൊന്നും തന്നെ എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ ഞാൻ ഈ ബോഡിയിൽ നിന്നും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എന്നെ തിരിച്ച് ഡ്രാഗണാക്കി മാറ്റിയിട്ട് സ്വർഗത്തിലേക്ക് അയക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട് എന്ന രീതിക്കാണ് അവനും പറയുന്നത്. എന്തു തന്നെ ആയാലും ഇപ്പോൾ യൂറി അവനെ ദൈവമായിട്ടൊക്കെ സ്വീകരിച്ച സ്ഥിതിക്ക് എട്ടുകാലുള്ള പ്രേതത്തെ പിടികൂടി ഇല്ലാതാക്കുന്നതായിരിക്കുമെന്ന് അവനും പറയുന്നു. എട്ടുകാലുള്ള പ്രേതം രാജാവിനെ ആക്രമിക്കുന്നതായിട്ടുള്ള ഒരു സ്വപ്നമൊക്കെ കണ്ട് രാജാവും പേടിക്കുന്നു. ഇപ്പോൾ രാജാവിന്റെ മുത്തശ്ശനും യോങ്ങിനെ കുറിച്ച് സംസാരിക്കുവാനായിട്ട് രാജാവിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് താൻ യോങ്ങിനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് രാജാവും പറയുന്നു. അതായത് രാജാവും യോങ്ങിനും ഒരേ അച്ഛന്റെ മക്കളായതുകൊണ്ട് തന്നെ തന്റെ ഈ ഒരു രാജാവെന്ന സ്ഥാനം പോലും ഇല്ലാതാക്കുവാനായിട്ട് അവന് സാധിക്കുമെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും വളരെ ചെറുപ്രായത്തിലാണ് അവന് അച്ഛനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ശ്രദ്ധിച്ചായിരുന്നു ഞാനും അവനെ വളർത്തിയത്. കുട്ടിക്കാലം മുതലേ അവൻ ഓരോരോ തെറ്റുകളൊക്കെ ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആരും തന്നെ അവനെ നിയന്ത്രിക്കാനോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഏറ്റവും ഒടുവിലായിട്ട് ഇതുപോലൊരു മരണമൊക്കെ ആയിരിക്കും അവനെ കാത്തിരിക്കുക എന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല. അവന്റെ മരണത്തിന് പിന്നിലും
പ്രേതമായിരിക്കുമോ എന്നൊരു സംശയമൊക്കെ രാജാവും പ്രകടിപ്പിക്കുന്നു. ഗെയ്സോപ്പും സന്യാസിയും കൂടി ചേർന്നിട്ട് യോറിനെയും കങ്ചോരിനെയും അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. ഈ ഒരു സമയത്ത് ഗെയ്സോപ്പും അവൾക്ക് കരകന എന്നൊരു പ്ലാന്റ് ഒക്കെ നൽകുന്നു. ഈ ഒരു പ്ലാന്റ് വളരെ സൂക്ഷിച്ചു തന്നെ പരിപാലിക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ അവളുടെ അടുത്തായിട്ടും ഗെയ്സോപ്പ് പറയുകയാണ്. പക്ഷെ ഗെയ്സോപ്പിനെ കങ്ചോരിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും അവർ രണ്ടുപേരും കൂടി തിരിച്ച് നാട്ടിലേക്കും പുറപ്പെടുന്നു. യോങ്ങിന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ കൂടുവാനായിട്ട് ബോണിയും നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപാട് പേര് ബോണിയോ എത്തിയതൊക്കെ അറിഞ്ഞിട്ട് അവനെ കാണുവാനായിട്ടും എത്തുന്നു. അതേസമയം അവനാകട്ടെ സീക്രട്ട് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് കൂടി നടത്തുകയാണ്. യോറിയും ഗങ്ചോറിയുടെ അടുത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്തെല്ലാം തന്നെ ഗങ്ചോറി അവളെ ഒരുപാട് ശ്രദ്ധിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഗങ്ചോറിയും യോറിയുടെ അടുത്ത് ഒരുപാട് അട്രാക്റ്റഡ് ആകുന്നതായിട്ട് അവനും തോന്നുന്നു. അവനും ഇപ്പോൾ മനുഷ്യ ശരീരത്തിലൊക്കെയാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ സെൻസസ് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവനും ആ ഒരു ബോഡീനെ കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എന്തായാലും അവർ രണ്ടുപേരും കൂടി അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു അവിടേക്ക് രാജാവിന്റെ പടയാളി എത്തിയിട്ടുണ്ടായിരുന്നത്. പടയാളി അവരെയും അവർ പടയാളിനെയും കാണുന്നു. അങ്ങനെ അവരും അവിടെ നിന്നും ഓടുകയാണ്. ഇപ്പോൾ വോണിയോന്റെ മകളായിട്ടുള്ള ഇൻസോണെ കാണിക്കുന്നു. ഇൻസോണും കൊട്ടാരത്തിലേക്ക് പോകുവാനായിട്ടുള്ള യാത്രയിലാണ്. ശരിക്കും പറയുകയാണെങ്കിൽ വോണിയോ കൊട്ടാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇൻസോൺ അവിടെ വരേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. പക്ഷെ ഇപ്പോൾ അവൾ വന്നിട്ടുള്ളത് പോലും യോൺകാപ്പിനെ കാണുവാനായിട്ടാണെന്നുള്ള സത്യമൊക്കെ അവളുടെ ജോലിക്കാരി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ അവൻ കൊട്ടാരത്തിലെ വെറും ഒരു ജോലിക്കാരനാണ്. അങ്ങനെയിരിക്കെ അവനെ കാണുവാനായിട്ട് ഇത്ര ദൂരം വരേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നോ എന്നൊക്കെ ജോലിക്കാരി ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും താൻ അവനെ വിവാഹം കഴിക്കാനായിട്ടൊന്നും തന്നെ പോകുന്നില്ല എന്നോ അവന് നല്ല ഹാൻസം ആയിട്ടുള്ള ഫേസ് ആയതുകൊണ്ട് തന്നെ അവനെ ഇടയ്ക്ക് കണ്ടുവെന്ന് വെച്ച് അത്രയ്ക്ക് വലിയ കുറ്റമൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു ഇൻസോണും. ഗങ്ചോറിയും യൂറിയും കൂടി ഓടി വരുന്ന സമയത്താണ് ഇതുപോലെ വഴിയിൽ ഇൻസോൺ നിൽക്കുന്ന കാഴ്ചയൊക്കെ അവരും കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ കയ്യിലുണ്ടായിരുന്ന ഗാസപ്പ് നൽകിയ ചെടിയൊക്കെ ഗങ്ചോറിയും ഇപ്പോൾ ഇൻസോണിന്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം ഇത്രയും നേരം ഇൻസോൺ ഇരുന്നിട്ടുണ്ടായിരുന്ന പല്ലക്കിന്റെ അകത്തേക്ക് ഓടി കയറുകയാണ്. ഇൻസോണും എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ അവന്റെ അടുത്ത് സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവളോട് മിണ്ടാതിരിക്കുവാനായിട്ടാണ് ഗങ്ചോറിയും അറിയിക്കുന്നത്. പല്ലക്കിന്റെ അകത്തിരിക്കുന്ന സമയത്ത് പോലും ഗങ്ചോറിയും യൂറിനെ തന്നെയായിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയിരിക്കെ ഗങ്ചോറിനെ അന്വേഷിച്ചെത്തിയിട്ടുണ്ടായിരുന്ന പടയാളിയും ഇവിടേക്ക് രണ്ടുപേർ ഓടി വരുന്നത് വല്ലതും കണ്ടിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ഇൻസോണിന്റെ അടുത്തായിട്ട് ചോദിക്കുന്നു. പക്ഷെ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല എന്ന രീതിക്കൊക്കെയാണ് ഇൻസോണും മറുപടി കൊടുക്കുന്നത്. യൂറിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഗങ്ചോറിയും അറിയാതെ യൂറിയുടെ ചുണ്ടിലൊക്കെ തൊട്ട് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ യൂറിയും അവന്റെ കൈയൊക്കെ പിടിച്ചു മാറ്റുന്നു. ആ ഒരു ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്ന പടയാളിയും പല്ലക്കിന്റെ അകത്തു നിന്നുമാണ് ശബ്ദം കേട്ടതെന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ പല്ലക്ക് തുറന്ന് അകത്തേക്ക് നോക്കുന്നു. ഈ ഒരു സമയത്ത് തന്നെ ഗങ്ചോറിനെ യൂറിനും അയാൾ കൈയോടെ പിടിക്കുന്നുമുണ്ട്. രാജാവ് നിങ്ങളെ രണ്ടുപേരെ നാട് കടത്തിയതല്ലേ, അങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പടയാളിയും അവരുടെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഇതുവരെയായിട്ടും ക്യാപിറ്റലിന്റെ അകത്തേക്ക് കയറിയിട്ടില്ല, അതിന് വെളിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കെ നിങ്ങൾ ഞങ്ങളെ വഴക്ക് പറയേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവും ഇല്ല എന്ന് പറഞ്ഞ് യൂറിയും തിരിച്ച് ഒന്നും രണ്ടൊക്കെ പറയുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ക്യാപിറ്റലിന്റെ അകത്തേക്ക് വരുവാനായിട്ട് താല്പര്യമില്ലെങ്കിൽ പോലും നിങ്ങളെ ഒരാൾ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാളുടെ അടുത്തേക്ക് ഞാനും നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞ് പടയാളിയും അവരെ കൂട്ടുവാനായിട്ട് എത്തിയതായിരുന്നു. പക്ഷെ കൊട്ടാരത്തിൽ എത്തിയിട്ടുണ്ടായിരുന്ന യൂറിയും ഞങ്ങളെ ഇവിടെ നിന്നും പറഞ്ഞയച്ചതല്ലേ, പിന്നെ എന്തിനാണ് ഇവിടേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. പടയാളിയും ഒരു മറുപടി പറയാതെയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നേരത്തെ യോങ്ങിന് മരിച്ചതായിട്ടൊക്കെ അവളും കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും സംഭവിച്ചോ, അവൻ മരണപ്പെട്ടോ എന്ന രീതിക്ക് അവളും ചോദിക്കുകയാണ്. അവളുടെ തോന്നലെല്ലാം തന്നെ ശരിയാണ്. യോങ്ങിൻ രാജകുമാരൻ മരണപ്പെട്ടു എന്ന കാര്യം ഇപ്പോൾ പടയാളി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇത് ഒരിക്കലും ഒരു സാധാരണ മരണമല്ല, മറിച്ച് പ്രതികാരദാഹിയായിട്ടുള്ള ഒരു പ്രേതം ഇവിടെ ഉണ്ട് എന്നും പ്രേതത്തിന്റെ സാന്നിധ്യം മൂലമാണ് ആ ഒരു മരണമൊക്കെ നടന്നതെന്നും അവളും ഉറപ്പിച്ചു പറയുകയാണ്. യോങ്ങിന് മരിച്ച അതേ സ്ഥലത്ത് വെച്ചിട്ട് ഒരു മന്ത്രവാദി എഴുതിയതെന്ന് തെളിയിക്കുന്ന രീതിക്കുള്ള ഒരു പേപ്പറൊക്കെ അവൾക്കും കിട്ടുകയാണ്. സാധാരണഗതിക്ക് പ്രേതത്തെ വിളിച്ചു വരുത്തുവാനായിട്ടാണ് അത് യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ ഇരിക്കെ കിണറ്റിലെ പ്രേതം പെട്ടെന്നതിലെ ഓടുന്ന കാഴ്ചയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഗങ്ചോരിയും അവളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് യൂറിയുടെ മുമ്പിലും കൊണ്ടുവന്നിരുത്തുന്നു. ഈ ഒരു സമയത്ത് ഞാൻ ആയിരുന്നില്ല യഥാർത്ഥത്തിൽ യോങ്ങിനെ കൊന്നിട്ടുണ്ടായിരുന്നത്, അതേസമയം എന്നെ ഇവിടെ കാണിക്കുകയാണെങ്കിൽ നീ സംശയിക്കുമോ എന്നൊക്കെ പേടിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഓടിപ്പോകുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പ്രേതവും അവളുടെ അടുത്ത് അറിയിക്കുന്നു. യോങ്ങിനെ കൊല്ലുവാനായിട്ടുള്ള ദേഷ്യമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ ഇനി ആരെയും ആക്രമിക്കുകയില്ല എന്ന് നിനക്ക് വാക്ക് നൽകിയതായിരുന്നു, അതുകൊണ്ടാണ് ഞാനും ഒന്നും ചെയ്യാതിരുന്നത്. പക്ഷെ 8 കാലുള്ള പ്രേതമായിരുന്നു യോങ്ങിനെ കൊന്നിട്ടുണ്ടായിരുന്നതെന്ന് അവളും തുറന്നു പറയുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.